മൂത്രചികിത്സ അഥവാ യൂറിൻ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വിശ്വാസ ചികിത്സ മാത്രമാണ് എന്ന് പരിഹസിക്കുന്നവരാണ് ചില ശാസ്ത്രവാദികൾ. അവർ എന്തെങ്കിലും പറയട്ടെ, നാം നമ്മുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകുമെന്ന സമീപനം അവരുടെ വിമർശനത്തെ സാധൂകരിക്കുകയാണ് ചെയ്യുക. നമുക്ക് വ്യക്തമായ മറുപടി ഉണ്ടാകണം. കോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ പോയി മാരക രോഗങ്ങൾ മാറ്റിയെടുത്തു എന്ന് അവകാശപ്പെടുന്നവരില്ലേ? അത്രയേ ഉള്ളൂ മൂത്രചികിത്സയുടെയും കാര്യം എന്ന് പറയുന്നവരുണ്ട്. മൂത്രം മരുന്നാണെങ്കിൽ പുഴയിലെ ചെളിവെള്ളം പോലും മരുന്നാണെന്ന് പറഞ്ഞു വിറ്റഴിക്കാമല്ലോ എന്ന് വിമർശനമുന്നയിച്ചവരുണ്ട്. ശാസ്ത്രവാദികൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുഴയിലെ ചെളിവെള്ളത്തിൽ നിന്നോ കോട്ടയിലെ ധ്യാനത്തിൽ നിന്നോ ഇതുവരെ ശാസ്ത്രം മരുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ചെളിവെള്ളവും നമ്മുടെ സിരകളിലൂടെ ഓടുന്ന രക്തവും ഒരുപോലെയാണെന്ന് പറയുന്നവർക്ക് ശാസ്ത്രബോധമുണ്ടെന്ന് പറയാൻ കഴിയില്ല. മൂത്രം ശരീരമാലിന്യങ്ങളുടെ വിസർജനമാണെന്ന് ഇന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രായോഗിക തലത്തിൽ ഇന്ന് കാര്യങ്ങൾ വളരെയേറെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്ലാസ്മ തെറാപ്പിയും ആൻറ്റിബോഡി തെറാപ്പിയും സ്റ്റെം സെൽ തെറാപ്പിയും എക്സോസോം തെറാപ്പിയും ഒക്കെ ഇന്ന് നിലവിൽ വന്നു കഴിഞ്ഞു. ഇതെല്ലാം മൂത്രത്തിലുള്ള ഘടകങ്ങളാണ്. നമ്മുടെ നാഡികളിലൂടെ പ്രവഹിക്കുന്ന രക്തത്തേക്കാൾ ശുദ്ധമാണ് മൂത്രം എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കരൾ വഴിയും ശ്വാസകോശങ്ങൾ വഴിയും പ്ലീഹ വഴിയും ലിംഫ് നോഡുകൾ വഴിയുമെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള രക്തമാണ് മൂത്രമായി മാറുന്നതെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശാസ്ത്രവിജ്ഞാനം പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ടോ? എന്തിനാണ് ശരീരം രക്തം ഇത്തരത്തിൽ ശുദ്ധീകരിച്ച ശേഷം മൂത്രമുണ്ടാക്കുന്നത്? മൂത്രം പുറത്തു പോകുന്നത് മാത്രം കണ്ടിരുന്ന ശാസ്ത്രപൂർവ പഴയ മനുഷ്യർ മലവും മൂത്രവും ഒരേപോലുള്ള ശരീരവിസർജ്യങ്ങളാണെന്ന് കരുതി. അതിനാൽ അവർ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞു തുടങ്ങി. പഠനങ്ങളിലൂടെ മുന്നേറിയ മനുഷ്യൻ ജനിച്ച ശേഷം മാത്രമേ മൂത്രം പുറത്തു പോകുന്നുള്ളൂ എന്ന സത്യം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജനിക്കുന്നത് വരെ ഗർഭസ്ഥ ശിശു കിടക്കുന്നത് സ്വന്തം മൂത്രത്തിലാണെന്നും സ്വന്തം മൂത്രം കുഞ്ഞു കുടിക്കുന്നുണ്ടെന്നും സ്വന്തം മൂത്രം ശ്വാസകോശങ്ങളിലെ വായു അറകളിൽ നിറയ്ക്കുന്നുണ്ടെന്നും കണ്ണുകളിലും ചെവിക്കകത്തും മൂത്രം എത്തിക്കുന്നുണ്ടെന്നും ചർമ്മം വഴി മൂത്രഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഒക്കെയുള്ള സത്യം മനുഷ്യൻ സ്വന്തം പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടെ നിരവധി പരീക്ഷണങ്ങൾ നടന്നു. ഈ പരീക്ഷണങ്ങളിലൂടെ മൂത്രം പോഷക സമൃദ്ധമായ പ്ലാസ്മയാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ പ്ലാസ്മ ഘടകങ്ങളും ഉപയോഗിച്ച് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു. ഈ പഠനങ്ങളും പരീക്ഷണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ഹാർട്ട് ബ്ലോക്ക്, വന്ധ്യത, ചർമ്മരോഗങ്ങൾ, എബോർഷൻ, ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് മൂത്രത്തിൽ നിന്ന് തന്നെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിൽ നിന്ന് കിഡ്നികളിലേക്ക് ഫിൽട്ടർ ചെയ്തു വരുന്ന പ്ലാസ്മ ഘടകങ്ങൾക്ക് പുറമേ കിഡ്നികളിൽ തന്നെ രൂപപ്പെടുന്ന മൂലകോശങ്ങളും ഹോർമോണുകളും മൂത്രത്തിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഹോർമോണുകൾ, എൻസൈമുകൾ, ധാതുലവണങ്ങൾ, വിറ്റാമിനുകൾ, ആൻറ്റിബോഡികൾ, എക്സോസോമുകൾ, മൂലകോശങ്ങൾ ഇവയെല്ലാം അടങ്ങിയ മൂത്രത്തെ പുഴയിലെ ചെളിവെള്ളത്തോട് ഉപമിച്ചവർക്കിന്ന് ദഹന വ്യവസ്ഥയിൽ നിന്ന് ശരീരം പുറന്തള്ളുന്ന മാലിന്യമായ മലം ഉത്തമ ഔഷധമാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് മടിയൊന്നുമില്ല. മലചികിത്സ, ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് ഇന്ന് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. മൂത്രത്തിൻ്റെ പുനരുപയോഗത്തിലൂടെ രോഗങ്ങൾ ശമിക്കുന്നതായി അനുഭവങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ക്ലിനിക്കൽ ട്രയലുകൾ നടത്താൻ ശാസ്ത്രലോകം തയ്യാറായാൽ മാത്രമേ മൂത്രചികിത്സയെ ശാസ്ത്രീയമാണെന്ന് പറയാൻ കഴിയൂ. വിശ്വാസ ചികിത്സകർ പറയുന്നത് പോലെ ഇതൊരു ആത്മീയ അനുഭവമാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല. മൂത്രമെന്ന ഭൗതിക പദാർത്ഥത്തിൻ്റെ ഔഷധമൂല്യമാണ് രോഗശമനത്തിന് കാരണം. അല്ലെങ്കിൽ മന്ത്രവാദം പോലെ തെളിയിക്കപ്പെടാത്തൊരു അന്ധവിശ്വാസമായി മൂത്രചികിത്സ മാറിപ്പോകും. വിശ്വാസ ചികിത്സയാണെങ്കിൽ പുഴയിലെ ചെളിവെള്ളം വിശ്വാസപൂർവ്വം ഉപയോഗിച്ചാലും രോഗശമനം ഉണ്ടാകണം. അതിനാൽ വിശ്വാസമല്ല മൂത്രത്തിന് ഔഷധ ഗുണം നൽകുന്നത്. രക്തത്തിലെ പോഷക സമൃദ്ധമായ പ്ലാസ്മയും കിഡ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകോശങ്ങളും ഹോർമോണുകളും എല്ലാം ചേരുമ്പോഴുണ്ടാകുന്ന സംയുക്തമാണ് മൂത്രത്തിന് ഔഷധ ഗുണം നൽകുന്നത്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. നന്ദി.